ബാഴ്സലോണ ഇന്റർ മിലാൻ സെമി ഫൈനൽ സെക്കൻഡ് ലെഗ് ആകെ കൂടെ ചർച്ചകളും ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. ഈ ടെൻഷന്റെ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ച് അന്ധവിശ്വാസങ്ങളും കൂടെ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. എന്താണ് ഈ അന്ധവിശ്വാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാഴ്സലോണ ഫാൻസ് തന്നെ പറയുന്നത് പച്ച ജേഴ്സി സെക്കൻഡ് ലെഗ് മത്സരം എവേ മത്സരം എൻ്റെ ദൈവമേ കയ്യിൽ നിന്ന് പോവല്ലോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. യെസ്, അതൊരു സൈഡിലേക്ക് തന്നെ ഇരിക്കാം. പക്ഷേ ഇതിൽ വേറൊരു കുറേ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്റർ മിലാൻ്റെ ഹോം സ്റ്റേഡിയമാണ്. അവരുടെ ഫാൻസിന് മുമ്പിൽ അവരുടെ താരങ്ങൾക്ക് തിളങ്ങാൻ പറ്റുന്ന കൃത്യമായ സമയമാണ്. കോച്ച് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ലമീൻ യമാൽ ആണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, അവരെയൊക്കെ പൂട്ടിയിരിക്കും എന്നുള്ളതാണ്. ആൻഡ് ഇന്റർ മിലാൻ എന്ന് പറയുന്ന ഒരു ഡിഫെൻസീവായിട്ട് നമുക്ക് അങ്ങനെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടീം അല്ല എന്നുള്ളത് ഈ എൻ്റയർ സീസൺ അവർ കാണിച്ച് തന്നിട്ടുള്ളതാണ്. ഇനി ഇതുപോലെ തന്നെ വേറൊരു അന്ധവിശ്വാസം കൂടെ ഞാൻ ബാഴ്സലോണ ഫാൻസിന് ഒരു ചെറിയ സമാധാനത്തിന് വേണ്ടി പറയുകയാണ് കേട്ടോ. ഇന്ന് മെയ് 6 മെയ് 6 പ്രത്യേകതയുണ്ട്. 2 ചരിത്രപരമായിട്ടുള്ള മത്സരങ്ങൾ നടന്നിട്ടുള്ള ദിവസമാണ്. ആ രണ്ടും ചാമ്പ്യൻസ് ലീഗിൽ തന്നെയാണ്. ബാഴ്സലോണയ്ക്ക് പോസിറ്റീവായിട്ടുള്ള ദിവസമാണ്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3ാമത്തെ ചരിത്രം കൂടെ സൃഷ്ടിക്കാനുള്ള ഒരു സമയമാണ്. എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും 2 ടീമുകൾക്കും ഏകദേശം തുല്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി കളിയിൽ എങ്ങനെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതനുസരിച്ച് ഏത് ടീമായിരിക്കും ഫൈനലിലേക്ക് പോകാന്നുള്ളതാണ്. എന്നാലും എൻ്റെ ചോദ്യം ഇതാണ്, ആരായിരിക്കും? എന്താണ് നിങ്ങളുടെ പ്രൊഡിക്ഷൻ? ബാഴ്സലോണ ഫാനായ ഞാൻ ഒരു ഗോളിനെങ്കിലും ബാഴ്സലോണ ഫൈനലിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ബാക്കി നിങ്ങളുടെ സ്പോർട്സ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.